ഹായ് ഫ്രണ്ട്സ്, നുവാമ വെൽത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന ബ്രോക്കറേജ് ഫേമിൻ്റെ ആൾട്ടർനേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഹെഡായിട്ടുള്ള അഭിലാഷ് പകാരിയ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബറിൽ നിഫ്റ്റി 50 റീബാലൻസ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ചേഞ്ചസ് എന്തെല്ലാം എന്ന് പ്രവചിച്ചിരുന്നു. ഇപ്പോൾ നുവാമ വെൽത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് മുമ്പ് അറിയപ്പെട്ടിരുന്നത് എഡിൽവൈസ് ബ്രോക്കിംഗ് ലിമിറ്റഡ് എന്നാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഇവരുടെ ബിസിനസ് ഇന്ത്യയിൽ മാത്രമല്ല സിംഗപ്പൂർ, ഹോങ്കോങ്, USA, UK എന്നീ വിദേശ രാജ്യങ്ങളിലും സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. നുവാമയുടെ റിപ്പോർട്ടിന് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, നിഫ്റ്റി 50 ഇൻഡെക്സ് ഇന്ത്യയിലെ ടോപ്പ് 50 ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളുടെ ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ വരുന്ന സ്റ്റോക്കുകളിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള ഫണ്ടുകളുടെ വമ്പിച്ച ഒഴുക്കുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി 50 പുതുതായിട്ട് ആഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകളിൽ വൻതോതിലുള്ള ഫണ്ട് നിക്ഷേപിക്കപ്പെടുകയും നിഫ്റ്റി 50 നിന്ന് പുറത്തു പോകുന്ന സ്റ്റോക്കിൽ വൻതോതിലുള്ള സെൽ ഓഫ് നടക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് ഓരോ 6 മാസം കൂടുമ്പോഴും മാർച്ചിലും നവംബറിലുമാണ് റീബാലൻസ് ചെയ്യാറുള്ളത്. അപ്പോൾ വരുന്ന സെപ്റ്റംബറിൽ വരാൻ പോകുന്ന സാധ്യതകളെക്കുറിച്ചാണ് ഈ നുവാമ പ്രവചിച്ചിട്ടുള്ളത്. അപ്പോൾ കറണ്ട് ഫൈനാൻഷ്യൽ ഇയറിലെ ആദ്യ 6 മാസങ്ങളിലെ ആവറേജ് മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഒരു പ്രൊജക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്പെക്കുലേഷൻ നുവാമ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നുവാമ സാധ്യത കൽപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ട്രെൻഡ് ലിമിറ്റഡാണ്. ട്രെൻഡ് നമുക്കറിയാം, ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു റീറ്റെയിൽ സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായിട്ട് അപ്പാരൽസ്, ഫുട്വെയർ, ആക്സസറീസ്, ടോയ്സ്, ഗെയിംസ്, ഫുഡ്, ഗ്രോസറി, നോൺ ഫുഡ് പ്രൊഡക്ട്സ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു റീറ്റെയിൽ ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ട്രെൻഡ് ലിമിറ്റഡ്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 1,65,000 കോടിയുള്ള ഈ കമ്പനിയുടെ പി റേഷ്യോ ഇപ്പോൾ 160 എന്ന് പറയുന്ന ഹൈ പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുതന്നെ ഈ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 51% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 459% വർധനവും നമുക്ക് കാണാൻ കഴിയും. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 4% ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 92% വർധനവും നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ ഒരു CAGR ഗ്രോത്ത് സെയിൽസിൽ നോക്കുകയാണെങ്കിൽ 50%വും പ്രോഫിറ്റിൽ 249% വർധനവും അതുപോലെ പ്രൈസിൽ 210% വമ്പിച്ച റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നുവാമ സാധ്യത കൽപ്പിക്കുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് BEL ആണ്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു PSU കമ്പനി നമുക്കറിയാം, പ്രധാനമായിട്ടും ഡിഫൻസ് സെക്ടറിൽ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു കമ്പനിയാണ്. ഈ കമ്പനി നമുക്ക് നോർമൽ മാർക്കറ്റിൽ ഇതിൻ്റെ പ്രസൻസ് കാണാൻ കഴിയില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി ഡിഫൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ടു ബിസിനസ് കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് 2 ലക്ഷത്തിന് മേലെയുള്ള ഈ കമ്പനി അതിൻ്റെ PE റേഷ്യോ ഇപ്പോൾ കാണാൻ കഴിയുന്ന 50 എന്നുള്ള PEയിലാണ്. അപ്പോൾ ഒരു PSU കമ്പനി 50-ന് മേലെ PE റേഷ്യോയിൽ ട്രേഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഡിമാൻഡ് വ്യക്തമാക്കുന്നു. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 32% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 30% വർധനവും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 106% വമ്പിച്ച ഗ്രോത്തും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 109% വമ്പിച്ച ഗ്രോത്തും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ ഒരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 14%വും പ്രോഫിറ്റിൽ 34% വർധനവ് കാണാം. ഒരു വർഷത്തെ റിട്ടേൺ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് നൽകിയത് 134% ബമ്പർ റിട്ടേൺ ആണ്. അടുത്ത സ്റ്റോക്ക് സാധ്യതയുള്ളത് HAL ആണ്. അപ്പോൾ ഇപ്പോഴത്തെ സിനാരിയോയിൽ BELനോട് കിടപിടിക്കുന്ന ആവറേജ് മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അപ്പോൾ ജൂലൈ അവസാനമാകുമ്പോഴേക്കും ഈ HAL BELനെ അഥവാ 20% മുകളിൽ ഔട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ BELനെ മറികടന്നുകൊണ്ട് HAL ആയിരിക്കും ചിലപ്പോൾ നിഫ്റ്റി 50ലേക്ക് കയറാൻ സാധ്യതയുള്ള സ്റ്റോക്ക് എന്നാണ് നുവാമ റിസർച്ചിൻ്റെ ഹെഡായിട്ടുള്ള അഭിലാഷ് പകാരി പറയുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നമുക്കറിയാം, അതിവേഗം വളരുന്ന ഒരു കമ്പനിയാണ്. ഡിഫൻസ് എയറോസ്പേസ് സെക്ടറിൽ എയർക്രാഫ്റ്റുകളും അതുപോലെ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുകയും അതിൻ്റെ മെയിൻ്റനൻസും റിപ്പയറും ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ട ഒരു PSU കമ്പനിയാണ് ഈ HAL എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് 3 ലക്ഷത്തിന് മുകളിലുള്ള ഈ സ്റ്റോക്ക് അതിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 41.9 എന്നുള്ള കുറച്ച് ഹയർ PEയിലേക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ്.
ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 18% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 51% വർധനവും കാണാം. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 144% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 242% വർധനവും നമുക്ക് കാണാൻ കഴിയും. ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ സെയിൽസ് ഗ്രോത്ത് 13%, പ്രോഫിറ്റ് ഗ്രോത്ത് 31%. അതുപോലെ ഒരു വർഷം ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് നൽകിയ റിട്ടേൺ 205% ബമ്പർ റിട്ടേൺ ആണ്. ഇനി നിഫ്റ്റി 50യിൽ ഒരു സ്റ്റോക്കിന് എൻട്രി കിട്ടണമെങ്കിൽ അതിൻ്റെ ആവറേജ് മാർക്കറ്റ് ക്യാപ്പ് മാത്രമല്ല കണക്കിലെടുക്കുന്നത്. ആ സ്റ്റോക്കിന് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പ്രസൻസ് ഉണ്ടോ എന്നുകൂടി പ്രധാനമാണ്. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ അഥവാ F&O സെഗ്മെൻറ്റിൽ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യണം എന്ന ഒരു കണ്ടീഷൻ കൂടി നിഫ്റ്റി 50യിൽ വരുന്ന സ്റ്റോക്കുകൾക്കുണ്ട്. അപ്പോൾ ധാരാളം കമ്പനികൾ നമുക്ക് നിഫ്റ്റി 50 കമ്പനികളെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളെ കാണാൻ കഴിയുമെങ്കിലും അതിന് നിഫ്റ്റി 50യിൽ എൻട്രി കിട്ടാത്തതിൻ്റെ ഒരു കാരണം അതിന് F&O സെഗ്മെൻറ്റിൽ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾക്ക് F&O സെഗ്മെൻറ്റിൽ അനുമതി കിട്ടണമെങ്കിൽ അവർ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സെബി നിശ്ചയിച്ചിട്ടുള്ള അത്തരം മാനദണ്ഡങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ നിഫ്റ്റി 50 ഇൻഡെക്സിലേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പല സ്റ്റോക്കുകളും നിഫ്റ്റി 50യെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് നിഫ്റ്റി 50യിൽ എൻട്രി കിട്ടാത്തതിൻ്റെ ഒരു കാരണം ഈ F&O സെഗ്മെൻറ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ F&O സെഗ്മെൻറ്റിൽ സെബി അപ്രൂവൽ കൊടുക്കുകയാണെങ്കിൽ ട്രെൻഡിനെയും ഈ നേരത്തെ പറഞ്ഞ BELനെയും മറികടന്നുകൊണ്ട് നിഫ്റ്റി 50യിലേക്ക് കയറാൻ സാധ്യതയുള്ള 2 സ്റ്റോക്കുകളുണ്ട്. അതിലൊന്ന് സൊമാറ്റോ ആണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിങ് ഓൺലൈൻ ഫുഡ് സർവീസ് പ്ലാറ്റ്ഫോമായ സൊമാറ്റോ ഇപ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1,60,000 കോടിക്ക് മേലുണ്ട്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE എന്ന് പറയുന്നത് 476% ആണ്. അതുതന്നെ ഈ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 73% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 193% വർധനവും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 8% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 26% വർധനവും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെത് 71%, പ്രോഫിറ്റ് ട്രെയിലിംഗ് 12 മന്ത്സ് 133%. അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു വർഷം 206% വർദ്ധിച്ചതായിട്ട് കാണാം. ഇൻവെസ്റ്റേഴ്സിന് വമ്പിച്ച റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഇനി F&O സെഗ്മെൻറ്റിൽ സെബി അപ്രൂവൽ കൊടുക്കുകയാണെങ്കിൽ ട്രെൻഡിനെയും BELനെയും മറികടന്ന് നിഫ്റ്റി 50യിലേക്ക് കയറാൻ സാധ്യതയുള്ള നുവാമ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. അപ്പോൾ അടുത്തിടെ റിലയൻസ് ഡിമേർജറിലൂടെ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ജിയോ ഫൈനാൻഷ്യൽ. നമുക്കറിയാം ഇതൊരു ഹോൾഡിംഗ് കമ്പനിയാണ്. ജിയോ ഫൈനാൻസ് ലിമിറ്റഡ്, ജിയോ ഇൻഷുറൻസ് ബ്രോക്കിംഗ് ലിമിറ്റഡ്, ജിയോ പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ലിമിറ്റഡ്, അതുപോലെ ജിയോ പേയ്മെൻറ്റ് ബാങ്ക്സ് ലിമിറ്റഡ്, ഇതിൻ്റെയൊക്കെ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്. ഇതിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് അതിൻ്റെ ശൈശവ ദിശയിലാണ്. കൃത്യമായിട്ടുള്ള അതിൻ്റെ പെർഫോമൻസ് നമ്മൾ മനസ്സിലാക്കണ ഇനിയും സമയമെടുക്കും. അപ്പോൾ ഇപ്പോഴും ഇത് F&O സെഗ്മെൻറ്റിൽ വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 2,20,000 കോടിക്ക് മുകളിലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സാധ്യത നിഫ്റ്റി 50യിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. സ്റ്റോക്കിൻ്റെ PE 142 എന്ന ഹൈ PEയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമാത്രം ഡിമാൻഡ് ഈ സ്റ്റോക്കിലുണ്ട്. അത്രമാത്രം ഇൻവെസ്റ്റേഴ്സ് ക്രൈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ്. അപ്പോൾ F&O സെഗ്മെൻറ്റിൽ ജിയോ ഫിനാൻഷ്യൽസ് വരികയാണെങ്കിൽ തീർച്ചയായും അത് ഡയറക്റ്റ് നിഫ്റ്റി 50യിലേക്കുള്ള എൻട്രി ആ സ്റ്റോക്കിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നുവാമ ഈ പ്രസൻറ്റ് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധ്യതകൾ കൽപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു മെയ് മാസം വരെയുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധ്യതകൾ പറയുന്നത്. എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിലുള്ള പെർഫോമൻസും കൂടി കണക്കിലെടുത്തിട്ട് വേണം സ്റ്റോക്കുകളെ കൃത്യമായിട്ട് ഏതൊക്കെ സ്റ്റോക്കുകളാണ് നിഫ്റ്റി 50യിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ട്രെൻഡും BELും നിഫ്റ്റി 50യിലേക്ക് എത്തുമ്പോൾ ആ നിഫ്റ്റിയിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുള്ള 2 സ്റ്റോക്കുകളുണ്ട്. അതിലൊന്ന് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന LTI Mindtree ആണ്. LTI Mindtree കഴിഞ്ഞ 6 മാസം നൽകിയ റിട്ടേൺ -14% ആണ്. ഈ ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയ ഈ സ്റ്റോക്ക് തീർച്ചയായും അതിന് അധികകാലം നിഫ്റ്റി 50യിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തേത് പുറത്തു പോകാൻ സാധ്യതയുള്ള സ്റ്റോക്ക് ഡിവിസ് ലബോറട്ടറീസ് ആണ്. 7% നേരിയൊരു പോസിറ്റീവ് റിട്ടേൺ ഈ സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസം നൽകിയിട്ടുണ്ടെങ്കിലും സ്റ്റോക്ക് അതിൻ്റെ ഓവറോൾ പെർഫോമൻസ് അണ്ടർ പെർഫോമിംഗ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ. ഈ NSE ജൂലൈ അവസാനം വരെയുള്ള ആവറേജ് മാർക്കറ്റ് ക്യാപ്പ് കണക്കിലെടുത്തുകൊണ്ട് ഓഗസ്റ്റ് മാസം 2ാം പകുതിക്ക് ശേഷമായിരിക്കും ഒഫീഷ്യലായിട്ട് ഏത് സ്റ്റോക്കുകളാണ് നിഫ്റ്റി 50യിലേക്ക് വരാൻ സാധ്യതയുള്ളത് എന്ന് NSE അനൗൺസ് ചെയ്യുക.
അപ്പോൾ അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴേക്കും മാർക്കറ്റിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ഈ തീരുമാനങ്ങളെ മാറ്റിമറിച്ചേക്കാം. അപ്പോൾ അത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ലെങ്കിൽ കറണ്ട് സിനാരിയോയുടെ അടിസ്ഥാനത്തിലാണ് നുവാമ ഇങ്ങനെ ഒരു റിസർച്ചിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.